അക്ക അക്ക, ഞാൻ നിന്റെ അക്കയാണോ? എന്നെക്കാൾ പ്രായം കൂടുതലുള്ളത് കൊണ്ട് വിളിച്ചതാണ്. ആര് പറഞ്ഞു പ്രായം കൂടുതലുണ്ടെന്ന്? എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് ദ്രോഹം ചെയ്യും? ഈ പച്ചപ്ലാവരെയും പഴുക്കും, ഇതും താഴെ വീഴും. എന്താണ് ഭാർഗവിയേക്കാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എല്ലാം അറിയാൻ പോകുന്നുള്ളൂ വെച്ച്. എനിക്കറിയാൻ വയ്യാത്തത് പറഞ്ഞു തരണ്ടേ? എന്നെങ്കിൽ അടുക്കളയിലൂടെ അടിച്ചിറക്കാനോ? ഞാനും നിന്നെ പോലെയൊക്കെ കെട്ടി ഒരുങ്ങി നടന്നിട്ടുള്ള നാട് വെച്ചേ. കൈ കഴിട്ട് അത്താഴം തരാം. സുഖാണോ? വിശേഷം വല്ലതുമുണ്ടെങ്കിൽ അറിയിക്കണം. ഞാൻ പോട്ടെ. എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? ഞാൻ പോട്ടെ. നാളെയും വരുമോ? വരണോ? ശരി, വരാം. ലതിക എങ്ങോട്ടാണ് ഓടിപ്പോയത്? ഗേറ്റിലേക്ക്. അവിടെ ആരായിരുന്നു? അണ്ണൻ. മാടനോ? അവൻ എന്തിനു ഇവിടെ വന്നു? എന്നെ കാണാൻ. അവൻ നിന്നെ എന്തിനു കാണണം? ഈ തങ്കമ്മ വീട്ടിൽ താമസിക്കുമ്പോൾ ഗേറ്റിൽ ചെന്ന് മാടനോട് സംസാരിക്കുന്നത് എനിക്ക് കുറച്ചിലല്ലേ? നിന്നെ കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടമായി. നിന്നെ ഒരു നല്ല നിലയിലാക്കണമെന്ന് എനിക്ക് മോഹമുണ്ട്. ഞാൻ പറയുന്നത് പോലൊക്കെ നിന്നാൽ നിനക്ക് ഗുണമുണ്ടാകും. ലതിക അവിടെ നിൽക്ക്. നീ ഇനി അടുത്ത് വാ. നിനക്ക് പാടാൻ അറിയാമോ? അറിയാം. മേടിക്ക്. പിന്നെ നിനക്ക് ബ്ലൗസും മറ്റും കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ലൊരു സാരിയും വാങ്ങിച്ചു. എന്റെ ഒരു നെക്ലേസ് എടുത്ത് ആ സാരിയുടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അത് വിട്ടോളണം. സന്ധ്യ കഴിഞ്ഞ് നന്നായിട്ടെല്ലാം ഉടുത്ത് ഒരുങ്ങി നിൽക്കണം. ഒരാളെ കാപ്പി കുടിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. വലിയ ആളുകൾ വീട്ടിൽ വരുമ്പോ അവരെ സ്വീകരിക്കുമ്പോൾ അന്തസ്സായിട്ടൊക്കെ ഡ്രസ് ചെയ്ത് വേണേ. മനസ്സിലായോ? ഈ അലവലാദികളൊക്കെ ഭരിക്കാൻ കയറിയതോടെ ഭരണത്തിന്റെ അന്തസ്സങ്ങ് പോയി. ഭരണം നടത്തിയത് സ്വാമി. അന്ന് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് എന്ത് മതിപ്പായിരുന്നു. ഇല്ല തങ്കമ്മേ. കൊള്ളാം. പറയാനുണ്ടോ? പണ്ട് പൊന്നുതമ്പുരാൻ ഇവിടെ എഴുന്നള്ളുമായിരുന്നത് കൊണ്ട് ആളുകൾക്ക് എന്നോട് തന്നെ എന്തൊരു മതിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോടും മതിപ്പായിരുന്നു. ആ കാലമെല്ലാം പോയി. ഈ ദീപയുടെ പുറത്തുകൊണ്ട് വയ്ക്കില്ലത്. അപ്പോഴേ എനിക്കൊരല്പം ജോലിയുണ്ട് പുറത്ത്. ഞാൻ ഉടനെ വരാം. ഈ കുട്ടി വേലക്കാരിയൊന്നുമല്ല, എന്റെ സ്വന്തമാണെന്ന് കരുതിയാ മതി. ഞാൻ അത്രയ്ക്ക് അവളെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഇവളെ നല്ലൊരു നിലയിലാക്കണം. എനിക്ക് പെൺമക്കളില്ലല്ലോ. നീ അവിടെ ഇരിക്കില്ല? നീ വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇവൾ മനോഹരമായിട്ട് പാടും. ഓഹോ, ഒന്ന് പാടില്ല നീ. മടിക്കുന്നെന്തിനാ? ഒരു പാട്ട് പാടൂ.
നീ ഇവിടെ ഇരുന്നേ ഇദ്ദേഹത്തിന് ഈ കാപ്പി ഒഴിച്ചു കൊടുക്ക. ഇരിക്കൂ ഇരിക്കൂ. നീ എന്താണ് എഴുന്നേറ്റത്? ഇരിക്കൂ. എന്താണ് ഉണ്ടായത്? കണ്ട് ജനങ്ങൾക്കുള്ളൂ. നിന്നെ അവർ ഉപദ്രവിച്ചോ? ലതികേ, വാ. നീ പെണ്ണെ വന്നോളൂ. വാ. അമ്മേ, കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ, ആരാത്? ഞാനാണ് കഥ തുറക്കുന്നത്. അമ്മേ, അണ്ണനാ അമ്മേ. ഞങ്ങൾ ഉറങ്ങാനൊക്കെ ഭാവിക്കായിരുന്നു. എന്താ അണ്ണാ ഈ സമയത്ത് ഇങ്ങനെ? എല്ലാം ലതിക പറയും. ഇവളെ പിന്നെയും നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവിടെ താമസിക്കാൻ പോയപ്പോഴേ ഞാൻ പലതും ആലോചിച്ചതായിരുന്നു. ഈ സാരി മാലയൊക്കെ അങ്ങ് കൊടുത്തേക്കോ. സ്വന്തമെല്ലാം അങ്ങ് എടുക്ക്. നാളെ നേരം വെളുക്കുമ്പോ ഇതവരെ മുഖത്തെറിഞ്ഞു കൊടുക്കണം. നിങ്ങളൊക്കെ കഥ അടച്ച് കിടന്നോളൂ.